നമുക്കേ തുടങ്ങിയാലോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാമേ. റാൻഡമായിട്ടുള്ള എല്ലാ മേഖലയും കൂടെ ടച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നോക്കി, അടിയന്തരാവസ്ഥ. ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന പദം എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് അറിയാവോ? അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? ജർമ്മനി. ഓക്കെ. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? അത് ജർമ്മനിയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ എവിടെ നിന്നാണ് എടുത്തത്? മൗലിക കർത്തവ്യം സോവിയറ്റ് യൂണിയൻ, അല്ലെങ്കിൽ ഏതാണ്? നമ്മുടെ റഷ്യ, അതായത് പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? അത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇനി അടിയന്തരാവസ്ഥയാണെങ്കിലോ അത് ജർമ്മൻ ഭരണഘടന അല്ലെങ്കിൽ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിൽ നിന്നാണ് നമ്മൾ ഏതെടുത്തത്? ഈ അടിയന്തരാവസ്ഥ എന്നുള്ള ആശയം കടമെടുത്തത്. അതുപോലെ ഭരണഘടനാ ഭേദഗതി, നമുക്കറിയാം നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ 3 പഠിച്ചു. അടിയന്തരാവസ്ഥ എവിടെ നിന്നാണ്? അത് ജർമ്മനിയിൽ നിന്നാണ്. അടുത്ത മൗലിക കർത്തവ്യങ്ങൾ എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു ഭരണഘടനാ ഭേദഗതി, അതെവിടെ നിന്നാണ് ഭരണഘടനാ ഭേദഗതി? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഇനി നോക്കിക്കോ, ശക്തമായ കേന്ദ്രത്തോട് കൂടിയ ഒരു ഫെഡറേഷൻ എന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? നമുക്കറിയാം ഇന്ത്യക്ക് ശക്തമായ കേന്ദ്രത്തോട് കൂടിയ ഒരു ഫെഡറേഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ശക്തമായ കേന്ദ്രത്തോട് കൂടിയ ഫെഡറേഷൻ എന്ന ആശയം ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തത്? അത് കാനഡയിൽ നിന്നാണ്. കാനഡയിൽ നിന്നാണ് എന്ത് കടമെടുത്തത്? ശക്തമായ കേന്ദ്രത്തോട് കൂടിയ ഫെഡറേഷൻ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? അത് കാനഡയിൽ നിന്നാണ്. കാനഡ. അതുപോലെ നമുക്കറിയാം, നമ്മൾ ഫ്രഞ്ച് വിപ്ലവം കേട്ടിട്ടുണ്ടല്ലേ? അതിൽ പ്രധാനപ്പെട്ട 3 ആശയങ്ങളാണ് ഏതൊക്കെ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ 3 ആശയങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അത് ഫ്രാൻസ്. അത് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം ഓർത്താൽ നമുക്ക് കിട്ടും. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എവിടെ നിന്നാണ് എടുത്തത്? അത് ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഇനി നമുക്കറിയാം രാജ്യസഭയിലോട്ട് രാഷ്ട്രപതി എത്ര പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്? 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യസഭയിലോട്ട് രാഷ്ട്രപതിക്ക് 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം. അത്തരത്തിൽ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലോട്ട് 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? അത് അയർലൻഡിൽ നിന്നാണ് കേട്ടോ. എവിടെ നിന്നാണ്? അയർലൻഡ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രപതിക്ക് 12 അംഗങ്ങളെ എങ്ങോട്ടേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും? രാജ്യസഭയിലോട്ട് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഇങ്ങനെ 12 അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ കടമെടുത്തതെന്ന് ചോദിച്ചാൽ അത് എവിടെ നിന്നാണ്? അത് അയർലൻഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ കടമെടുത്തത്. അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്നാണ് എടുത്തത്? ജുഡീഷ്യൽ റിവ്യൂ അമേരിക്ക, USA നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ കടമെടുത്തത്. അമേരിക്കയിൽ നമ്മൾ ആമുഖം, മൗലികാവകാശം ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ ജുഡീഷ്യൽ റിവ്യൂവും എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? അതും നമ്മുടെ അമേരിക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരിക്കൽ കൂടെ പറയാം. അടിയന്തരാവസ്ഥ എവിടെ നിന്നാണ് കടമെടുത്തത്? അടിയന്തരാവസ്ഥ ജർമ്മനി. മൗലിക കർത്തവ്യങ്ങളാണെങ്കിലോ മൗലിക കർത്തവ്യം സോവിയറ്റ് യൂണിയൻ. ഇനി ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്ക. ഇനി ശക്തമായ കേന്ദ്രത്തോട് കൂടിയ ഫെഡറേഷൻ, അത് എവിടെ നിന്നാണ് എടുത്തത്? ഫെഡറേഷൻ കാനഡ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസ്. ഇനി രാഷ്ട്രപതിക്ക് 12 അംഗങ്ങളെ രാജ്യസഭയിലോട്ട് നാമനിർദ്ദേശം ചെയ്യാം. അത് എവിടെ നിന്നാണ് എടുത്തത്? അയർലൻഡിൽ നിന്നാണ് എടുത്തത്. ഇനി ജുഡീഷ്യൽ റിവ്യൂ ആണെങ്കിലോ ജുഡീഷ്യൽ റിവ്യൂ അത് അമേരിക്ക. ഇനി നോക്കിക്കോ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്കറിയാം ലിസ്റ്റുകൾ പ്രധാനമായിട്ടും എത്ര ലിസ്റ്റുകളാണുള്ളത്? എത്ര ലിസ്റ്റ് ഉണ്ട്? 3 ലിസ്റ്റ്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. ഇനി ഇതിലൊന്നും പെടാത്തതാണെങ്കിൽ നമ്മൾ അവശിഷ്ടാധികാരങ്ങളെന്ന് പറയാറുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നതെന്ന് അറിയാമോ? വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ് കേട്ടോ. വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? കൺകറന്റ് ലിസ്റ്റാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്ന ലിസ്റ്റ് ചോദിച്ചാൽ അത് ഏതാണ്? കൺകറന്റ് ലിസ്റ്റാണ്. കൺകറന്റ് ലിസ്റ്റിലാണ് എന്തിനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കോ, ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലെ അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടികകളാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതായത് നമുക്കിവിടെ സംസ്ഥാന സർക്കാരും ഉണ്ട്, കേന്ദ്ര സർക്കാരും ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ആരാണ് നോക്കുന്നത്? സംസ്ഥാന സർക്കാർ. അതുപോലെ കുറേ കാര്യങ്ങൾ ആര് നോക്കുന്നുണ്ട്? കേന്ദ്ര സർക്കാർ നോക്കുന്നുണ്ട്. ഇനി ഇവർ രണ്ടുപേരും കൂടെ ചേർന്നും കുറേ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അത്തരത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്ന പട്ടികകളാണ് ഏതൊക്കെയെന്ന് അറിയുന്നത്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ കൺകറന്റ് ലിസ്റ്റ്. ഇനി ഈ നമ്മൾ പറഞ്ഞു 3 ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ പട്ടിക ഏതെന്ന് ചോദിച്ചാൽ എത്രാമത്തെ പട്ടികയാണെന്ന് അറിയാമോ? 7ാമത്തെ പട്ടികയിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഈ 3 ലിസ്റ്റുകളെയും കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ലിസ്റ്റ് എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ ഇടുന്നത്? അപ്പോൾ അതിൽ നമ്മൾ തിരിച്ചിട്ട് അതിന് എത്ര എന്ന് പറയാം? 7 എന്ന് പറയാം അല്ലേ? നമ്മൾ
ഇങ്ങനെ എഴുതും, ഇനി തിരിച്ചിട്ട് ഇങ്ങനെ ആവൂലേ? അപ്പോൾ ലിസ്റ്റിനെ കുറിച്ച് പറയുന്ന പട്ടിക ചോദിച്ചാൽ ഏതാണ്? 7. അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഈ 3 ലിസ്റ്റുകളെയും കുറിച്ച് പറയുന്ന പട്ടിക ഏതാണ്? അത് 7ാമത്തെ പട്ടികയാണ് കേട്ടോ. നമുക്കറിയാം പട്ടികയുണ്ട്, ഭാഗമുണ്ട്, അതുപോലെ ആർട്ടിക്കിൾസ് ഉണ്ട്. ഇനി ഈ 3 ലിസ്റ്റുകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചാൽ എത്രയാണെന്ന് അറിയാമോ? 11. അപ്പോൾ 7ാമത്തെ എന്താണ് പട്ടികയിലും 11ാമത്തെ ഭാഗത്തിലുമാണ് എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ലിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ, സ്റ്റേറ്റ്, കൺകറന്റ് ഈ 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ചോദിച്ചാൽ എത്രയാണ്? അത് 7ഉം ഭാഗം ചോദിച്ചാൽ എത്രയാണ്? അത് 11. ഭാഗം 11ഉം പട്ടിക 7ഉം. അപ്പൊ നോക്കിയോ, നമ്മുടെ ഇന്ത്യയുടെ മർമ്മപ്രധാനമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ലിസ്റ്റ് ഏതായിരിക്കും? നമ്മുടെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ലിസ്റ്റ് ഏത് ലിസ്റ്റ് ആയിരിക്കും? അത് യൂണിയൻ ലിസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ലിസ്റ്റ് ഏതാണ്? അത് യൂണിയൻ ലിസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ യൂണിയൻ ലിസ്റ്റിലാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ നോക്കാം, നമുക്കിനി കുറച്ച് പദ്ധതികൾ നോക്കാം. ഞാൻ ഫസ്റ്റ് പദ്ധതി ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. പദ്ധതി ഏതാണെന്ന് ചോദിക്കാം. ഇതാണ് പദ്ധതി. ഇങ്ങനെയാണ്: ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം, അതായത് എപ്പോഴും നോക്കാൻ ഒരാൾ വേണം, അങ്ങനെ ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? ആശ്വാസകിരണം. ഏതാണ്? ആശ്വാസകിരണം. അപ്പൊ എന്താണ് ആശ്വാസകിരണം എന്ന് ചോദിച്ചാൽ, ഒരു മുഴുവൻ സമയ കിടപ്പ് രോഗിയെ നോക്കുന്നവർക്ക്, മാനസിക വെല്ലുവിളി നേടുന്നവർ, അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു മുഴുവൻ സമയ കിടപ്പ് രോഗിയെ നോക്കുന്നവർക്ക് കിട്ടുന്ന ധനസഹായം, ആ നോക്കുന്ന ആളിനാണ് കൊടുക്കുന്നത്. കിട്ടുന്ന ധനസഹായത്തിന് വിളിക്കുന്ന പദ്ധതിയുടെ പേരാണ് ആശ്വാസകിരണം. ആശ്വാസകിരണം. എടാ, എന്താണ് മംഗല്യ എന്നറിയാമോ? മംഗല്യ എന്ന് പറയുമ്പോൾ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും? കല്യാണമായിട്ട്, വിവാഹമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും. അപ്പോൾ എന്താണ് മംഗല്യ എന്ന് ചോദിച്ചാൽ, വിധവകളുടെയും വിവാഹമോചിതരായ സ്ത്രീകളുടെയും പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? മംഗല്യ. അപ്പൊ മംഗല്യ ആർക്കുള്ളതാണ്? ഒന്ന് വിധവ, അതുപോലെ വിധവകളുടെയും പിന്നെ വിവാഹമോചിതരായിട്ട് നിൽക്കുന്ന സ്ത്രീകളുടെയും, വിധവകൾ അതായത് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളുടെയും, അതുപോലെ തന്നെ എന്താണ് വിവാഹം മോചിച്ച് നിൽക്കുന്ന, അതായത് വിവാഹ ബന്ധത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന സ്ത്രീകളുടെയും പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? മംഗല്യ. ഇതിന് 25,000 രൂപ എന്തോണെന്ന് തോന്നുന്നുണ്ടാ ധനസഹായമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്? വിധവകളും അതുപോലെ വിവാഹമോചിതരായ സ്ത്രീകൾക്കും പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന ആരുടെയാണ്? വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് എന്ന് പറയുന്നത് മംഗല്യ. ഇനി എന്താണ് സ്നേഹസ്പർശം? എന്താണ് സ്നേഹസ്പർശം? ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മയാകുന്ന പെൺകുട്ടികൾക്ക്, അതായത് ചൂഷണം ചെയ്തതിലൂടെ അമ്മയാകേണ്ടി വരുന്ന ഏതാണ് അമ്മമാരാകുന്ന BPL വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കാണ് കേട്ടോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക്. അങ്ങനെ എന്താണ് ചൂഷണത്തിലൂടെ എന്താണ് കല്യാണം കഴിക്കാതെ അമ്മയാകേണ്ടി വന്ന BPL വിഭാഗത്തിലെ സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? സ്നേഹസ്പർശം. അതായത് കല്യാണം കഴിക്കാതെ ചൂഷണത്തിലൂടെ അമ്മയാകേണ്ടി വന്ന BPL വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് സ്നേഹസ്പർശം. ഇനി വയോമിത്രം. വയോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആരായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും? മുതിർന്ന ആൾക്കാരല്ലേ, പ്രായമായ ആൾക്കാരായിരിക്കും. അപ്പോൾ വയോമിത്രം എന്ന് പറഞ്ഞാൽ നഗരപ്രദേശങ്ങളിൽ 65 വയസ്സിന് മുകളിലുള്ള, അപ്പോൾ നഗരപ്രദേശങ്ങളിൽ 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്കായി നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? വയോമിത്രം. അപ്പം എന്താണ് വയോമിത്രം എന്ന് പറഞ്ഞാൽ? നഗരപ്രദേശങ്ങളിൽ എത്ര വയസ്സിന് മുകളിൽ? 65 വയസ്സിന് മുകളിൽ. അപ്പോൾ നഗരപ്രദേശങ്ങളിൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന സമഗ്ര ഒരു ആരോഗ്യ സാമൂഹിക സുരക്ഷാ പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? വയോമിത്രം. എൽസ നമുക്കറിയാം. കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? എൽസ.
എൽസ എന്തിനാണ്? കുഷ്ഠരോഗം. അപ്പോൾ എൽസ റിലേറ്റഡ് ടു ഏത് അസുഖമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കുഷ്ഠരോഗമാണ് കേട്ടോ. അപ്പോൾ എൽസ എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? എൽസ. അപ്പോൾ കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് എൽസ. എൽസ. മൃതസഞ്ജീവിനി നമുക്കറിയാം എന്താണ്? അവയവദാന പദ്ധതി. ആരാണ് അതിന്റെ ബ്രാൻഡ് അംബാസഡർ? മോഹൻലാൽ. അപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്ന പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അത് മോഹൻലാലാണ്. ഇനി ആശ്വാസകിരണം ആരതാണെന്ന് അറിയാമോ? ആശ്വാസകിരണം കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. നമ്മൾ ആദ്യം പറഞ്ഞ ആശ്വാസകിരണം കിടപ്പിലായവരോ മാനസിക വെല്ലുവിളി നേരിടുന്നവരെയൊക്കെ നോക്കുന്നവർക്ക് കൊടുക്കുന്ന ധനസഹായ പദ്ധതിയാണ് ഏത്? ആശ്വാസകിരണം. ആശ്വാസകിരണം. എടാ, ടൈഫോയിഡ് സ്ഥിരീകരിക്കാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ് ഏതാണെന്ന് അറിയാമോ? ടൈഫോയിഡ് വൈഡൻ ടെസ്റ്റ് ആണ്. അപ്പോൾ ടൈഫോയിഡ് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന രീതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈഡൽ ടെസ്റ്റ് ആണ്. അപ്പോൾ ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ ടെസ്റ്റ് ആണ് വൈഡൽ. ടൈഫോയിഡ് വൈഡൽ. അപ്പോൾ എലിസ, നേവ ഇതൊക്കെ ഏതിനുള്ളതാണ്? എലിസ, നേവ ഇതൊക്കെ ഏതിനുള്ളതാണ്? എയ്ഡ്സ് ആണ് കേട്ടോ. എയ്ഡ്സ്. എലിസ, നേവ അതൊക്കെ ഏതിനുള്ളതാണ്? എയ്ഡ്സ്. ഇഷിഹാര ആണെങ്കിലോ? ഇഷിഹാര ഏതിനുള്ളതാണ്? നമ്മളെ കണ്ണുമായിട്ട് റിലേറ്റ് വർണ്ണാന്തത എന്താണ്? വർണ്ണാന്തത രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് എന്ന് പറയുന്നത് ഇഷിഹാര. അതുപോലെ ഷിക്ക് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഷിക്ക് ടെസ്റ്റ് ഏതിനുള്ളതാണ്? ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ. ഷിക്ക് ടെസ്റ്റ് ഏതിനുള്ളതാണ്? ഡിഫ്തീരിയ. ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ. അതുപോലെ ഉണ്ട് കേട്ടോ ടൈൻ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ടൈൻ ടെസ്റ്റ് എന്തിനുള്ളതാണെന്ന് അറിയാമോ? ക്ഷയരോഗ നിർണയത്തിനാണ്. ടൈൻ ടെസ്റ്റ് എന്തിനുള്ളതാണ്? ക്ഷയരോഗ നിർണയത്തിനുള്ളതാണ് ടൈൻ ടെസ്റ്റ്. അപ്പോൾ നോക്കിയോ, പ്രകൃതിയിലെ അടിസ്ഥാന ബലം എന്നറിയപ്പെടുന്ന ബലം ഏതെന്നറിയാമോ? പ്രകൃതിയിലെ അടിസ്ഥാന ബലം ഭൂഗുരുത്വ ബലം. അപ്പോൾ പ്രകൃതിയിലെ അടിസ്ഥാന ബലം ഏതാണ്? ഭൂഗുരുത്വ ബലമാണ് പ്രകൃതിയിലുള്ള അടിസ്ഥാന ബലം. അപ്പോൾ പ്രകൃതിയിലെ അടിസ്ഥാന ബലം ഏതാണ്? ഭൂഗുരുത്വ ബലമാണ്. അടിസ്ഥാന പ്രകൃതി ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം, അടിസ്ഥാന പ്രകൃതി ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗുരുത്വബലം കേട്ടോ. ഗുരുത്വബലമാണ് ഏറ്റവും ശക്തി കുറഞ്ഞ ബലം. ഗുരുത്വബലം ഏറ്റവും കുറവുള്ളത് ഭൂമധ്യരേഖയിലും ഏറ്റവും കൂടുതലുള്ളത് ധ്രുവങ്ങളിലുമാണ്. അപ്പോൾ ഏറ്റവും ഈ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് എന്ന് പറയുന്നത് ഗുരുത്വബലം. ഇനി ഈ ഭൂഗുരുത്വ ബലം ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? ഭൂഗുരുത്വ ബലം ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? ഭൂമധ്യരേഖയിൽ. ഏറ്റവും കൂടുതലുള്ളത് ധ്രുവങ്ങളിലാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കുറവുള്ളത് ഭൂമധ്യരേഖയിലും ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? അത് ധ്രുവങ്ങളിലുമാണ് കേട്ടോ. ധ്രുവങ്ങളിലുമാണ്. ഇനി ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ന്യൂട്ടൺ. അപ്പോൾ ഐസക് ന്യൂട്ടനാണ് ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പോൾ ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അത് ഐസക് ന്യൂട്ടൻ ആണ്. എടാ, പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണെന്ന് അറിയാമോ? പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ബലം. അപ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലമാണ് ന്യൂക്ലിയർ ബലം. നമ്മുടെ പ്രപഞ്ചത്തിലുള്ളതിൽ ഏറ്റവും ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ബലമാണ്. അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അടിസ്ഥാന പ്രകൃതി ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഭൂഗുരുത്വ ബലം. ഇനി അടുത്ത് നോക്കിയോ, നമ്മുടെ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അറകൾ നമുക്കറിയാം. മനുഷ്യ ഹൃദയത്തിന് മൊത്തം എത്ര അറകളാണുള്ളത്? 4 അറകളാണുള്ളത്. ഈ മനുഷ്യ ഹൃദയത്തിലെ അറകളിലെ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിൻ്റെ പേരെന്ത്? ഇത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് മനുഷ്യ ഹൃദയത്തിന് അറകളുണ്ട്, നമുക്കറിയാം. ഏട്രിയം, അതുപോലെ നമുക്ക് ഏട്രിയം, വെൻട്രിക്കിൾ ഒക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഒരു വാൽവുണ്ട്. ആ വാൽവിൻ്റെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ദ്വിദള വാൽവ് എന്നാണ് അതിൻ്റെ പേര്. എന്താണ്? ദ്വിദള വാൽവ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. ഏതൊക്കെയാണ്? ഇടത് ഏട്രിയം, വലത് ഏട്രിയം, അതുപോലെ ഇടത് വെൻട്രിക്കിള്, വലത് വെൻട്രിക്കിള്. മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. പാറ്റയ്ക്ക് എത്ര അറയുണ്ട്? 13 അറയുണ്ട് കേട്ടോ. അപ്പോൾ മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. ഏട്രിയം 2 എണ്ണം, ഇടത് ഏട്രിയം, വലത് ഏട്രിയം, വെൻട്രിക്കിൾ 2 എണ്ണം, ഇടത് വെൻട്രിക്കിളും വലത് വെൻട്രിക്കിളും. ഇനി നോക്കിക്കോ, ശ്വാസകോശം. നമുക്കറിയാം, ശ്വാസകോശത്തിൽ നിന്നും സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇടത് ഏട്രിയത്തിലാണ്. ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എന്ന് പറയുമ്പോൾ ശുദ്ധരക്തമാണ്. അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നും എന്താണ് ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എവിടെ എത്തും? ഇടത് ഏട്രിയത്തിൽ എത്തും. ഇടത് ഏട്രിയം സങ്കോചിക്കുമ്പോൾ രക്തം ഇടത് ഏട്രിയത്തിൽ നിന്ന് ഇടത് വെൻട്രിക്കിളിലോട്ട് പ്രവേശിക്കും. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ കൂടിയ രക്തം നേരെ എവിടെ എത്തും? ഇടത് ഏട്രിയത്തിൽ എത്തും. ഇടത് ഏട്രിയം സങ്കോചിക്കുന്ന സമയത്ത്
ഇങ്ങനെ സങ്കോചിക്കുന്ന സമയത്ത് ഈ ഇടത് ഏട്രിയത്തിൽ നിന്ന് നേരെ രക്തം എവിടെ പോകും? ഇടത് വെൻട്രിക്കിളിലോട്ട് പോകും. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം എവിടെ എത്തും? വലത് ഏട്രിയത്തിൽ എത്തും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം എത്തുന്നത് വലത് ഏട്രിയത്തിലും ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തം എത്തുന്നത് എവിടെയാണ്? ഇടത് ഏട്രിയത്തിലുമാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം നമ്മൾ അശുദ്ധ രക്തം എന്ന് പറയാറുണ്ട്. ഈ അശുദ്ധ രക്തം എത്തുന്നത് എവിടെയാണ്? അത് വലത് ഏട്രിയത്തിലാണ്. ഈ വലത് ഏട്രിയവും ഇതുപോലെ സങ്കോചിക്കുമ്പോൾ രക്തം നേരെ എങ്ങോട്ട് പോകും? വലത് വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തം എവിടെ നിന്ന് വരും? ശ്വാസകോശത്തിൽ നിന്ന് വരും. അത് നേരെ ഇടത് ഏട്രിയത്തിൽ എത്തും. ഇടത് ഏട്രിയം സങ്കോചിക്കുന്ന സമയത്ത് ഇത് നേരെ ഇടത് വെൻട്രിക്കിളിലോട്ട് വീഴും. ഇനി അടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ നമ്മൾ പറയുന്ന അശുദ്ധ രക്തം നേരെ വലത് ഏട്രിയത്തിലോട്ട് വരും. വലത് ഏട്രിയം സങ്കോചിക്കുന്ന സമയത്ത് ഇത് നേരെ വലത് വെൻട്രിക്കിളിലോട്ട് പോകും. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ്. അപ്പോൾ ട്രൈക്കസ്പിഡ് വാൽവ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും, അതായത് നമ്മുടെ ഇടത്തെ രണ്ട് സൈഡിലെ ഏട്രിയത്തിനും വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് ദ്വിദള വാൽവ്. അതുപോലെ വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ്. ഏതാണ്? ട്രൈക്കസ്പിഡ് വാൽവ്. നോക്കിക്കോ, കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കാൻ ആരംഭിച്ച പദ്ധതി എന്തെന്നറിയാമോ? കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കാൻ വേണ്ടിയിട്ട് കൈറ്റ്. അപ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? കൈറ്റ്. എടാ നോക്കിക്കോ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് കൈറ്റ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനലാണ് വിക്ടേഴ്സ്. ഏത് കൃത്രിമ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതിന്റെ സഹായത്തോടെയാണ്? ഇത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ, അപ്പോൾ എജ്യൂസാറ്റ്. അപ്പോൾ നമ്മുടെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് കൈറ്റ് നേതൃത്വം നൽകുന്ന ഒരു വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനലാണ് വിക്ടേഴ്സ്. ഈ വിക്ടേഴ്സ് പ്രവർത്തിക്കുന്നത് ഏത് കൃത്രിമ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണെന്ന് ചോദിച്ചാൽ ഏതിൻ്റെയാണ്? എജ്യൂസാറ്റ്. അപ്പോൾ കൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലെ വിദ്യാലയത്തെ ആധുനികവൽക്കരിക്കാൻ വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് കൈറ്റ് കേട്ടോ, കൈറ്റ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, കേരളത്തിലെ സമ്പൂർണ്ണ ഈ സാക്ഷരത കൈവരിക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി എന്നറിയാമോ? ഈ സാക്ഷരത കൈവരിക്കാൻ ഈ കേരളം. എന്താണ് ഈ കേരളം? അപ്പൊ കേരളത്തിലെ സമ്പൂർണ്ണ ഈ സാക്ഷരത കൈവരിക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? ഈ കേരളം. എടാ, മനുഷ്യരത്തിൽ മൊത്തം എത്ര അസ്ഥികളുണ്ട്? നമ്മൾ എപ്പോഴും പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എത്ര അസ്ഥികളുണ്ട്? 206. അങ്ങനെയാണെങ്കിൽ ജനിക്കുന്ന സമയത്ത് ഒരു നവജാത ശിശുവിന് എത്ര അസ്ഥികളുണ്ട്? 300 കേട്ടോ. അത് കുഞ്ഞുങ്ങളെ വലുതാകുന്നതനുസരിച്ച് അസ്ഥികളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഒരു മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ 206. ഇനി നവജാത ശിശുക്കളിലാണെങ്കിൽ അത് എത്രയുണ്ട്? 300. തലയോട്ടിയിലാണെങ്കിലോ? തലയോട്ടിയിൽ 22. തലയോട്ടിയിൽ 22. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ വെറുതെ റാൻഡമായിട്ട് കുറച്ച് സാധാരണ എപ്പോഴും ചോദിക്കുന്ന ഒരു 5-6 ക്വസ്റ്റ്യന് പിന്നെ അതോട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നോക്കിയത്. ഇതുപോലെ നമുക്ക് ചെറിയ കണ്ടന്റുമായിട്ട് നമുക്ക് കാണാം. ബൈ.